ഫ്രീ ഏണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KuCoin എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ ഒന്നുകിൽ ഇമെയിൽ ID കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം റെഫറൽ കോഡിൻ്റെ ഓപ്ഷനുണ്ട്. റെഫറൽ കോഡ് ആൾറെഡി ഇവിടെ കാണും. ഇല്ലെങ്കിൽ റെഫറൽ കോഡും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇമെയിൽ ID ഇവിടെ കൊടുക്കാം. ഇമെയിൽ ID കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു വെരിഫിക്കേഷൻ വരും. ഈ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകുന്നുണ്ട്. അപ്പോൾ അത് വന്നിട്ട് 1 മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എന്ത് ചെയ്യുക, അത് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ സെർച്ച് ചെയ്തതിന് ശേഷം കൊടുക്കുക ചെയ്യുക. ഓക്കെ. അപ്പോൾ എൻ്റെ ഇവിടെ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. ഞാനത് കൊടുക്കണം 879. വെരിഫിക്കേഷൻ കോഡ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് വന്നിട്ട് ഒരു 8 അക്കം, ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മാൾ ലെറ്റർ, ഒരു ചിഹ്നം. ഇപ്രകാരം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഒരു കൺഫർമേഷൻ വരും. നെക്സ്റ്റ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വെരിഫൈ നൗ എന്ന് പറയുന്ന ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാസ്വേഡ് ഓട്ടോമാറ്റിക്കലി സേവ് ആകും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലൊരു വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട്. ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് അക്കൗണ്ട് സക്സസ് ആകത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ കാണുന്ന വെരിഫൈ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൺട്രി ആൾറെഡി ഇവിടെ കാണും. അത് കഴിഞ്ഞതിന് ശേഷം ആധാർ കാർഡ്, നമ്മുടെ ആധാർ കാർഡ് ഇത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം പാസ്പോർട്ടോ മറ്റ് ID കാർഡോ സെലക്ട് ചെയ്യുക. ആധാർ കാർഡ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നെയിം, അത് കഴിഞ്ഞതിന് ശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ, ഇത്രയും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്പം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ് മുമ്പോട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ വന്നിട്ട് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫോട്ടോ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അലോ ക്യാമറ ആക്സസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഓക്കെ, ചില പെർമിഷനൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ബാക്ക് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒരു നമ്മുടെ ഫേസ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇപ്രകാരം നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ 2 അല്ലെങ്കിൽ 3 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ആകും. പക്ഷേ എൻ്റെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഇപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം വേറൊരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നില്ല, അലോ ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്രകാരമാണ് നമുക്ക് ഇതിൽ KuCoin അക്കൗണ്ട് എടുക്കേണ്ടത്. അക്കൗണ്ട് എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് H1 വന്നിട്ട് KuCoin ലിസ്റ്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ H1 എലിജിബിളായിട്ടുള്ളവർ, അല്ലാത്തവരും നിങ്ങൾക്ക് KuCoin ട്രേഡ് ചെയ്യണമെന്നുള്ളവർക്ക് അക്കൗണ്ട് എടുക്കുക. ഇന്ത്യയിൽ FU ഫൈനാൻഷ്യൽ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു എക്സ്ചേഞ്ചാണിത്. പക്ഷേ ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രശ്നം, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഗവൺമെൻറ്റിന് കൈമാറും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിനൊരു ടാക്സ് നമുക്ക് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഇതിലുണ്ട്. അപ്പോൾ എങ്കിലും നമുക്ക് ചില കോയിനൊക്കെ ഇങ്ങനെ വിഡ്രോ കിട്ടുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നിങ്ങൾ KYC വെരിഫൈ ചെയ്യുക. നമുക്ക് അടുത്ത കോയിൻസ് വിഡ്രോ വരുന്നതിനനുസരിച്ച് അതിൻ്റെ വീഡിയോസ് ചെയ്യും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.